I've been fucking hoes and popping pillies. മാക്സ് 777ലേക്ക് അവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റേ വെൽഡിംഗ് മെഷീൻ നമ്മൾ മേടിച്ചല്ലോ. അപ്പോൾ ആ വെൽഡിംഗ് മെഷീൻ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിരുന്ന ഒരു ഹൈടെക് കോഴിക്കൂടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ. ഇപ്പം അതിൻ്റെ മുകൾ തട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരുന്നത്. ഇത് രണ്ടാമത്തെ തട്ടാണത്. 3 തട്ടുള്ള ഒരു കൂടാണ് ഉണ്ടാക്കിയത് നമ്മൾ. ഇതിൻ്റെ ഉൾഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നിപ്പിൾ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സൈഡ് മറച്ചേക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കോഴികളെ നമ്മൾ മേടിച്ചിട്ടുണ്ട് കുറച്ച്. അപ്പോൾ അതിനിടാൻ വേണ്ടിയിട്ടാണ് മേടിച്ചത്. ഇതിൻ്റെ അടിഭാഗമാണത്. അടിയിൽ നമുക്ക് വലിയ കോഴികൾക്ക് ഇടാം. ഇത് അടിയിൽ നമുക്ക് ഇതുപോലെ കാഷ്ടം കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കാനുള്ള സെറ്റപ്പിൽ ട്രേ പോലെ ചെറുതുണ്ടാക്കിയിട്ടുണ്ട് കോഴി കാഷ്ടത്തിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഡോറ് തുറന്ന് നോക്കുമ്പോൾ ഇതിൽ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഉള്ളത് നിപ്പിൾ ഡ്രിങ്ക്സ് അടിയിലേക്ക് താഴ്ത്തി വെച്ചിട്ടുണ്ട്. അടിയിലുള്ള കുഞ്ഞു കോഴികളാണെങ്കിൽ കൊത്തി പിടിക്കാൻ സുഖമാണ്. കുറച്ച് വലുതായാലും അപ്പുറത്തെ സൈഡിൽ കാണുന്ന നിപ്പിൾ ഡ്രിങ്ക്സിൽ വലുതിൽ കുത്തി പിടിക്കാനും പറ്റും. മുകളിൽ കാണുന്നത് നമുക്ക് കാഷ്ടത്തിന്റെ ട്രേ ആണ് കാണുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ ആ മെഷീൻ വെച്ച് ഉണ്ടാക്കിയത്. നമ്മൾ സൈഡിൽ നമുക്കൊരു വാല് പോലെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വെള്ളത്തിലുള്ള കരട് കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് തുറന്നു വിട്ട് കളയാൻ പറ്റും. ഇപ്പം ഞാൻ തുറക്കുന്നില്ല അത്, കാരണം നമ്മൾ ടാങ്കിലുള്ള വെള്ളം കഴിയും. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ വെൽഡിംഗ് മെഷീൻ ഉപയോഗിച്ച് ഉണ്ടാക്കിയ കൂട്. മുകളിൽ നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അത് സ്ക്രൂ കാര്യങ്ങൾ ചെയ്തിട്ടില്ല, ജസ്റ്റ് വെച്ചിട്ടുള്ളൂ. മുകളിൽ ഇഷ്ടികയായിട്ട് വെച്ചേക്കാണ്. ഇതാണ് അപ്പം നമ്മുടെ കൂട്. വെൽഡിംഗ് മെഷീൻ ഉപയോഗിച്ച് ഉണ്ടാക്കിയ കൂടാണ്. നമ്മൾ സൈഡിൽ പ്ലംബിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മുകളിലാണ് നമ്മൾ ടാങ്ക് വെച്ചേക്കണത്. സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെ കാറ്റടിക്കാണ്. ഇപ്പം മഴ ടൈമായ കാരണം തണുത്ത കാറ്റടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. മുകളിലാണ് നമ്മൾ ടാങ്ക് വെച്ചേക്കണത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 ലിറ്ററിന്റെ ടാങ്കാണ് വെച്ചേക്കണേ. അപ്പം അടിയിലേക്ക് വെള്ളം സപ്ലൈ അങ്ങനത്തെ സെറ്റപ്പിലാണ് വെച്ചേക്കണത് നമ്മൾ. ഓക്കെ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ വെൽഡിംഗ് മെഷീൻ ശരിക്കും നമുക്ക് യൂസ്ഫുൾ ആയിരുന്നു. ഇതുപോലെ നമ്മൾ 2-3 കൂടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് കൂട് ഉണ്ടാക്കി കൊടുക്കാം. നമ്മുടെ സ്ഥലം ചാലക്കുടിയിലാണ്. ഇത് നമ്മൾ ജസ്റ്റ് വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കൂട്. അപ്പൊ നിങ്ങൾക്കും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ഉണ്ടാക്കാം കൂട്. പുറത്തേക്കാളും റേറ്റ് കുറവിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, കാരണം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പൊ പുറത്തുള്ള റേറ്റ് കുറവിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ വേറെ കൂടുകളും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.